നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയാവുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഉറപ്പോടെ പതിവ് പോലെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇതൊരു സംയുക്ത വാർത്താ യാത്രയാണ്. പ്രേക്ഷകരും ഈ പരിപാടിയുടെ ഭാഗമാണ്. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ക്രീനിലേക്ക് ആ നമ്പർ വരുന്നു. ഈ കാണുന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428300510. ഈ നമ്പറിലേക്ക് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ, നിങ്ങളുടെ നാട്ടിലെ പൊതുവായുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം ഈ നമ്പറിലേക്ക്. ഇനിയും പതിപോലെ മറ്റൊരു വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാർത്തകളും അയച്ചു തരാം. ആ നമ്പർ കൂടി പറയാം. അത് 6235968937. ഇതാണ് വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് ദൃശ്യങ്ങളും വാർത്തകളും നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ ആദ്യം പോകുന്നത് തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരത്തേക്ക്. അവിടെ മുതലപ്പുഴയിലെ ആശങ്ക തുടരുകയാണ്. ഹാർബറിൽ മണലടിഞ്ഞുകൂടി മത്സ്യബന്ധനം തടസ്സപ്പെട്ടതോടെ വലിയ പ്രതിഷേധമാണ് ആ മേഖലയിൽ ഉണ്ടാകുന്നത്. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അനുകൂല സംഘടനയുടെയും മുന്നറിയിപ്പ്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായി സംയുക്ത സമരസമിതി നാളെ ചർച്ച നടത്തുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാർ സർക്കാർ നിർദ്ദേശം നൽകിയതും അവർക്ക് തിരിച്ചടിയായി. മുതലപ്പുഴ അഴിമുഖത്ത് മണലടിഞ്ഞുള്ള പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തം. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് INTUCയും CATUവും മാർച്ച് നടത്തി. ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി റീത്ത് വെച്ചായിരുന്നു INTUC പ്രതിഷേധം. CATU പ്രതിഷേധത്തിൽ ഉയർന്നത് മന്ത്രി സജി ചെറിയാനെതിരായ മുദ്രാവാക്യങ്ങൾ. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന സർക്കാർ അനുകൂല സംഘടനയുടെ മുന്നറിയിപ്പ്. മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നാളെ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തും. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർപ്പും ആശങ്കയും അറിയിക്കും. ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അതിനിടെ ഡ്രഡ്ജിംഗ് വേഗത്തിലാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി. 2000 ക്യൂബിക് മീറ്റർ മണലാണ് നിലവിൽ ഇവിടെ നിന്ന് ഒരു ദിവസം നീക്കം ചെയ്യുന്നത്. ഇക്കണക്കിനെങ്കിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കേണ്ടി വരും. സമരമല്ലാതെ ഇന്നാട്ടുകാരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ജീവിത സമരമാണത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ ഹാർബറിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. അവർക്കിനി എങ്ങോട്ട് പോകാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാം മറ്റൊരു ഹാർബറിലേക്ക്, കൊല്ലത്തേക്ക് എന്നൊക്കെയുള്ള സർക്കാർ വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പോരാ എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഈ രീതിയിൽ ശക്തമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. വലിയ മണൽത്തിട്ടകളാണ് അവരുടെ സൂര്യജീവിതത്തെ ഒക്കെ ബാധിച്ചിരിക്കുന്നത്. മീൻ പിടിക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥ, ബോട്ടുകൾ അവിടെ മണലിൽ കുടുങ്ങുന്ന അവസ്ഥ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുത്തുകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പക്കൽ ന്യായമുണ്ട്. അവർക്ക് കാര്യമായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം അത് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനി സംസ്ഥാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്കാണ്. അത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളാണ്. അത് അയവില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ 3 പേരാണ് അതിരപ്പിള്ളിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം കനക്കുകയാണ്. അതിരപ്പിള്ളിയിലെ സതീഷിന്റെ മരണം കാട്ടാന ആക്രമണത്തിൽ എന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. സതീഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളച്ചുകയറി രക്തം വാർന്നാണ് സതീഷിന്റെ മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാട്ടാനയെ കണ്ട് ഭയന്നോടിയപ്പോൾ പുഴയിൽ വീണാണ് അംബിക മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ആന നേരിട്ട് ആക്രമിച്ചതിന്റെ പരിക്കുകളില്ല. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അതിരപ്പിള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. വിഷ്ണു,
ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വന്യജീവി സംഘർഷങ്ങൾ, അതിന്റെ ആക്രമണം, അതിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി അതിങ്ങനെ ഓരോയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, അത് കൂടി വരുന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നപരിഹാരം എന്ത് എന്ന് സർക്കാർ അത് കാര്യമായി കാണുന്നില്ല എന്ന് നാട്ടുകാർ അവലാതിപ്പെടുകയാണ്. അവർ ആ രീതിയിലുള്ള ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. എന്താണ് അതിരപ്പള്ളിയിലെ അവസ്ഥ? ഈ സതീഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നു കാട്ടാന ചവിട്ടി കൊന്നതാണ്, ആ രീതിയിലാണ് മരണം സംഭവിച്ചെന്ന് പറയുന്നു. ഒപ്പം ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സംസ്കാരം പൂർത്തിയായിട്ടുണ്ടോ? നാട്ടുകാരുടെ വികാരം എന്താണ്? ഇന്ന് രാവിലെ വനംവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് 2 മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ സംശയാസ്പദമായി കണ്ടെത്തിയെന്നാണ്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. അതിലൊന്ന് സതീഷിന്റേതാണ്. സതീഷിനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വാരിയലിനടക്കം ഒടിവുകളുണ്ട്. ആ വാരിയൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിനും കരളിലും കയറിയതാണ് സതീഷിന്റെ മരണത്തിന് കാരണം. അംബിക കാട്ടാനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ പുഴയിൽ വീണു, വെള്ളം കുടിച്ചു മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കാട്ടാന ആക്രമിച്ചതിന്റെ പരിക്കുകളൊന്നും അംബികയുടെ ശരീരത്തിലില്ല. മൃതദേഹങ്ങൾ 2 ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 3 പേർക്കാണ് ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. അതിലൊരു പ്രതിഷേധം അവിടെ ഉണ്ട്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനകീയ ഹർത്താലാണ്. എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. ഈ RRT നിരീക്ഷണമടക്കം അതിരപ്പള്ളി മേഖലയിൽ ശക്തമാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇനി ഇത്തരത്തിലുള്ള മരണങ്ങൾ ഒഴിവാക്കണം. ഈ ആദിവാസികളടക്കമുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇന്ന് ആ കോൺഗ്രസും പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ച ആളുകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതി ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സൂരജ് സജി കൂടി ചേർന്നു തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ അതിരപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയൊക്കെ ഈ വന്യജീവി ആക്രമണം, അതിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നത് ഒരു തുടർക്കഥയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സതീഷിന്റെയും അംബികയുടെയൊക്കെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ പറയാം ഈ പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അതിലൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. നിർദ്ദേശം മാത്രമല്ല, അതിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താണ്? നാളെ ഇപ്പോൾ ജനകീയ ഹർത്താലാണ്. ഈ ഹർത്താൽ നടത്തിയവരുടെ പ്രതിഷേധം അറിയിക്കുക, ഇതൊക്കെ മുമ്പും കണ്ടതാണ്. പക്ഷെ സർക്കാർ ഭാഗത്തുള്ള എന്തെങ്കിലും അറിയിപ്പുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ പ്രജിൻ, ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം അവർക്കുണ്ട്. ഇപ്പോൾ അംബികയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അംബികയുടെ മൃതദേഹം കൂടി ഈ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. 2ാമത്തെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. അത് തൃശൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയത്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂരജിലേക്ക് അല്പസമയത്തിനകം എത്താം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധമാണ് ആ മേഖലയിലാകെ ഉണ്ടാകുന്നത്. നാളെ ജനകീയ ഹർത്താൽ നടത്താനാണ് അവിടുത്തെ നാട്ടുകാർ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പരിഹാരം ഇതിലുണ്ടാകണം എന്നാണ് അവരൊന്നടങ്കം ആവശ്യപ്പെടുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര പരമ്പരകൾ തുടരുകയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം കനക്കുകയാണ്. മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം ഇന്ന് 65ാം ദിനമാണ്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 2 ആഴ്ചയിലേക്ക് കടന്നു. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇതിനു മുന്നോടിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രതിസന്ധിയിലാണ് സമരക്കാർ. ഇതിപ്പോൾ അവസാന നിമിഷം വരെയായി. ഇനി നമ്മുടെ മുന്നിൽ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ. അതിനകത്ത് ഒരു 30% പോലും നമുക്ക് ആയിട്ടില്ല. അപ്പം നാളത്തെ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേക്കൻസി എന്ന് ബാക്കിയുള്ള നാളിലും നല്ലൊരു 350 വേക്കൻസി എങ്കിലും നമുക്ക് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട ആശമാർ നടത്തുന്ന സമരം 65 ദിവസം പിന്നിട്ടു. തൊഴിൽ മന്ത്രി സമരത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശമാർ. 24 തിരുവനന്തപുരം.
വെൽക്കം ബാക്ക്. പൊതുജനം കഴുതിലെ സാർ എന്ന പരിപാടി തുടരുകയാണ്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ പല വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. കേരളത്തിൽ മനുഷ്യജീവന് ഒരു വിലയുമില്ല എന്നീ സർക്കാർ തെളിയിക്കുന്നു എന്നാണ്. ഇനിയും എത്ര മരണം റിപ്പോർട്ട് ചെയ്യപ്പെടണം, അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ വരുന്നു. അബ്രഹാം തോമസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ വന്യജീവികളാണോ ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്ന് അബ്രഹാം തോമസ് പിന്നീടും ചോദിക്കുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ മുനമ്പത്തെ പ്രശ്നം, അതോടൊപ്പം മുതലപ്പുഴയിലെ പ്രശ്നം, ഇതെല്ലാം വിവിധ വിഷയങ്ങളിൽ ആൾക്കാരുടെ പ്രതികരണത്തിന് കാരണമാകുന്നുണ്ട്. അതെല്ലാം കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് വരാം. അതിന് മറ്റൊരു വിഷയത്തിലേക്കാണ്. ഇതിന് മുൻപും പൊതുജനം റിപ്പോർട്ട് ചെയ്തൊരു വിഷയമാണത്. പാലക്കാട് കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. CITU സമരത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. CITU സമരം മൂലം കച്ചവടം നടത്താനാകാതെ സ്ഥാപനം പൂട്ടിയ ജയപ്രകാശിന് പൂർണ്ണ പിന്തുണയുമായാണ് വ്യാപാരികൾ സമരത്തിനായി ഒരുങ്ങുന്നത്. കുളപ്പുള്ളിയിൽ കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കുളപ്പുള്ളിയിലെ പ്രകാശ് ചിൽസ് എന്ന സ്ഥാപനത്തിനു മുന്നിൽ CITU കുടിൽക്കെട്ടി സമരം ആരംഭിച്ചിട്ട് നാളുകളേറെയായി. സമരം ആരംഭിച്ചതോടെ കച്ചവടം നടത്താനാകാതെ ഉടമ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഉടമയ്ക്ക് പൂർണ്ണ പിന്തുണയുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം സംസ്ഥാന വ്യാപകമാക്കുന്നത്. സ്ഥാപനത്തിലെ കയറ്റിറക്ക് ജോലികൾക്ക് തൊഴിലാളികൾക്ക് പകരം കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചതാണ് CITU സമരത്തിന്റെ പശ്ചാത്തലം. യന്ത്രം ഉപയോഗിക്കാനാവില്ലെന്നും തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നും CITU നിലപാടെടുത്തു. സ്ഥാപന ഉടമ ജയപ്രകാശ് ഇതിന് സമ്മതിക്കാതെ വന്നതോടെയാണ് സമരം ആരംഭിച്ചതും സ്ഥാപനം പൂട്ടിയതും. സമരം തുടരുന്ന CITUവിനെതിരെ വ്യാപാരികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. 22 നടക്കുന്ന ഹർത്താലിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണ. കോടതി എല്ലാ നിയമവ്യവസ്ഥയും പരിപാലിക്കാം, അംഗീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഇത്തരം സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു താൽക്കാലിക വിധിയാണ്. ഈ വിധിയുടെ അവസാനം വരെ കാത്തിരിക്കണം. ഞങ്ങൾ ഈ വിധി എന്താണെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നിയമവ്യവസ്ഥ അംഗീകരിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചു പോകുന്നവരുമായിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 2 പേർ മതിയെന്നാണ് ഉടമയുടെ അവകാശവാദം. എന്നാൽ 2ലധികം പേരുടെ മനുഷ്യോദ്ധാനമുണ്ടെങ്കിലേ യന്ത്രം പ്രവർത്തിക്കൂ എന്ന CITU തൊഴിലാളികൾ പറയുന്നു. തൊഴിൽ തർക്കം പരിഹരിക്കാൻ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു. നാളെ വീണ്ടും ലേബർ ഓഫീസർ സമവായ ചർച്ച വിളിച്ചിട്ടുണ്ട്. യന്ത്രം പ്രവർത്തിപ്പിക്കാമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. തൊഴിൽ തർക്കത്തിനപ്പുറം കുളപ്പള്ളിയിലേത് ഉപജീവന പ്രശ്നം കൂടിയാണ്. സമരം അവസാനിപ്പിച്ച് സ്ഥാപനം തുടങ്ങിയാലേ ഉടമയ്ക്ക് മുന്നോട്ട് പോകാനാവൂ. കയറ്റിറക്ക് ജോലി കിട്ടിയാലേ തൊഴിലാളികൾക്ക് ജീവിക്കാനാകൂ. സമവായ ചർച്ചയിൽ തീരുമാനമാകുമോ എന്ന് കാത്തിരുന്നു കാണണം. പാലക്കാട് നിന്ന് രാജീവിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കുളപ്പുള്ളിയിലെ ആ പ്രശ്നം അത് ഒരു പരിഹാരമാവാതെ പോകുന്നത് അത് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. അതിൽ ഉടമ പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ CITUക്കാർ അതിന് അവിടെ കച്ചവടം നടത്താൻ ആ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അതേസമയം CITUക്കാർ പറയുന്നു അവിടെ തൊഴിൽ കാർഡില്ലാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അതിനെതിരെയാണ് സമരം എന്ന് പറയുന്നു. യന്ത്രം കൊണ്ടുവന്നതല്ല ആ പ്രശ്നം, പക്ഷെ മറിച്ച് അവിടെ മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു. അവർക്ക് തൊഴിൽ കാർഡില്ല, തൊഴിൽ കാർഡുള്ളവർക്ക് മാത്രമേ ഈ തൊഴിൽ നൽകാവൂ എന്ന് ലേബർ വകുപ്പ് പറയുന്നുണ്ടല്ലോ. അത്തരം വാദങ്ങളാണ് CITUക്കാർ ഉയർത്തുന്നത്. അങ്ങനെ അത് മറ്റൊരു തലത്തിലേക്ക് കിടക്കുന്നത് അത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അത് വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പെട്ടെന്ന് തന്നെ അതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. തിരുവല്ലയിലെ കടപ്ര നിവാസികൾ ഒരു ശ്മശാനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 8 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ശ്മശാനം ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. ഈ വർഷമെങ്കിലും ശ്മശാനത്തിന് ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ നാട്ടുകാർ. ദേശീയപാത വികസനത്തിനും റെയിൽവേ വികസനത്തിനുമൊക്കെ കാത്തിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു നാടാകെ ഒരു ശ്മശാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 1-2 വർഷത്തെ കാത്തിരിപ്പല്ല, നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പ്.
നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം പരിഗണിച്ചാണ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പരുമലയിലെ ഭൂമിയിൽ വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. സ്വകാര്യ നിർമ്മാണ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയും അനുവദിച്ചു. ഒരേ സമയം 6 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളായിരുന്നു വാഗ്ദാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓഡിറ്റ് വിഭാഗം ക്രമക്കേട് കണ്ടെത്തി. ഇതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായത്. 40 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കാനായിട്ട് തുടങ്ങിയ ശ്മശാനം ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ്. നമുക്ക് അത്യാവശ്യം ഒരു പൊതുശ്മശാനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കടപ്ര, നെരണം, പെരിങ്ങര പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു പൊതുശ്മശാനമാണിത്. പക്ഷേ അത് പൂർണ്ണമായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് പണി നാമമാത്രമായാണ് പൂർത്തീകരിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ജനവിഭാഗത്തിന് അത് ഗുണകരമായി മാറേണ്ട ഒരു പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് കരുതുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തു. കെട്ടിടത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി. കെട്ടിടം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് വിശദീകരണം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു. അതിനകത്തിൽ ധാരാളം ന്യൂനതകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വിദഗ്ധ സമിതി ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ക്രിമറ്റോറിയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുള്ളൂ. ഇക്കൊല്ലമെങ്കിലും ശ്മശാനം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് പൗരന്മാരുടെ നികുതിപ്പണമാണ്. കൃത്യമായ അന്വേഷണം വേണം, ഒപ്പം നടപടിയും. ഒരു ശ്മശാനത്തിന് വേണ്ടി 8 വർഷത്തെ കാത്തിരിപ്പ് അത് കുറച്ച് കൂടുതലാണെന്ന് പറയാതെ വയ്യ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അതാണ് ഒരു പൊതുശ്മശാനം ഒരു നാടിൻ്റെ ആവശ്യമാണ്. അതിൽ ഈ രീതിയിലുള്ള ഒരു മെല്ലെപ്പോക്ക് അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് നല്ലതല്ല എന്ന് തന്നെയാണ് പൊതുജനത്തിനും പറയാനുള്ളത്. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ട് പല വിഷയങ്ങളിൽ. അതിലിപ്പോൾ ആരിഫ് ഹാഷ്മി കളത്തൂർ സ്ഥിരമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിവിധ വിഷയങ്ങൾ പ്രതിപാദിച്ച് കമൻറ്റ് ചെയ്യുന്ന ആളാണ്. കാസർഗോഡ് കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ രോഗികളെ അധികൃതർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നത്. വൈകി വരൽ സ്ഥിരമാക്കുന്ന ഡോക്ടർ രോഗികളുടെ വിലപ്പെട്ട സമയമാണ് കവർന്നെടുക്കുന്നത്. മാധ്യമങ്ങൾ ഇടപെടേണ്ടതുണ്ട് എന്നാണ് ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നത്. നോക്കാം അതിൽ എന്താണ് വസ്തുത എന്നുള്ളത്. നമ്മുടെ റിപ്പോർട്ടർ അത് പരിശോധിക്കുന്നതായിരിക്കും. അപ്പം മറ്റ് വിഷയങ്ങൾ കൂടി പലരും പറയുന്നുണ്ട്. അപ്പോൾ രവികുമാർ PB പറയുന്നു, എത്ര ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ പ്രസ്ഥാനമാണ് ഇവിടെ കുളപ്പുള്ളിയിൽ CETക്കാർ പൂട്ടിച്ചത് എന്നൊരു ആക്ഷേപമാണ് രവികുമാർ PB പറയുന്നത്. അങ്ങനെ പല പ്രേക്ഷകരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തിലും രേഖപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഈ സമരങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും ഒക്കെ അവസാനമുണ്ടാകും എന്ന് ചോദിക്കുന്നു എബ്രഹാം തോമസ്. അങ്ങനെ ഒരുപാട് പേർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. അതിൽ സീന മുഹമ്മദ് ഒരു കാര്യം പറയുന്നു, സർവേ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് 3 മാസമായി വേതനമില്ല എന്ന് പറയുന്നുണ്ട്. അതും നമുക്ക് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കാം. ഇനി അടുത്ത വിഷയത്തിലേക്കാണ്. ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷനുകൾ ഉള്ള നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ നാടുകളിലുണ്ടോ പോലീസ് സ്റ്റേഷൻ അവർക്കൊക്കെ അനുഭവപ്പെട്ട ഒരു പ്രശ്നമാണ് ഇനി പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പല പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പഴയ വാഹനങ്ങൾ കാണാം. അതായത് പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളാണ്. അങ്ങനെ വിവിധ നിയമലംഘനങ്ങൾക്കും മറ്റ് പരാതികളിലുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗം. കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി അഭിമുഖീകരിക്കുന്നത് വലിയ അപകടങ്ങളാണ് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കുറച്ചു വാഹനങ്ങൾ ലേലം ചെയ്തുവെന്നും ഉടനടി നടപടി സ്വീകരിക്കും എന്നുമാണ് പോലീസ് പറയുന്നത്. BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡാണ് PT തോമസ് MLA റോഡ്. കാക്കനാട് കൊല്ലം കുടിമുകൾ ഭാഗത്തേക്കുള്ള റോഡാണ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. കാൽനട യാത്രക്കാർ വഴിയിലൂടെ നടക്കുന്നത് വണ്ടിയെ പേടിച്ച്.
ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങി നിരവധി വാഹനങ്ങളാണ് വെയിലും മഴയുമേറ്റ് റോഡിൽ നശിക്കുന്നത്. കാലങ്ങളായി ഉടമകളില്ലാതെ കിടക്കുന്ന വാഹനങ്ങൾ ഏത് കേസിന് തൊണ്ടുമുതലാണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണുള്ളത്. ഉടൻ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇവ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആക്ച്വലി ഇവിടെ ഈ പ്രദേശം ഫുള്ള് ഇതാക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പ്രവർത്തി സർക്കാർ എങ്ങനെ നോക്കേണ്ടത്. വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യണം, ഒരുപാടായിട്ട് പാർക്ക് ചെയ്യണത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റേഷനിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഒരു വണ്ടിക്ക് അവിടെ വന്ന് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്, അവർ തിരിച്ചു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും പെട്ടെന്ന് വേറെ സ്ഥലം കണ്ടെത്തിയ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി ആണ് ഏറ്റവും കൂടുതൽ. എത്ര ആക്സിഡൻറ്റ് തന്നെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ്. വീതി പറഞ്ഞ റോഡാണ് എന്തായാലും, പോലീസ് സ്റ്റേഷൻ, പിന്നെ അതുകൂടാതെ കുറേ വണ്ടികൾ. അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ വണ്ടികളൊക്കെ വരാൻ നേരത്തെ എങ്ങനെയും തട്ടിമുട്ടി ഈ ടൂ വീലറൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് വേറെ സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് മാറ്റാണ്. പോലീസ് സ്റ്റേഷന്റെ ഔദ്യോഗിക വാഹനങ്ങൾ പോലും പുറത്താണുള്ളത്. പരാതി നൽകാനെത്തുന്നവരുടെ വാഹനങ്ങളും ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കൂടിയാകുമ്പോൾ സ്ഥലപരിമിതി രൂക്ഷം. അരക്ഷിത യാത്രയ്ക്ക് അടിയന്തര പരിഹാരമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളൊന്നാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ. ദിനംപ്രതി നിരവധി പരാതികളാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുന്ന പരാതിക്കാർക്ക് സുഗമമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പരിശോധനയ്ക്ക് ശേഷം നടപടിയെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് മേയർ അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. ഇത് ഡ്രെയിനേജ് വേസ് എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്നും വന്ന കമൻറ്റ് അങ്ങനെ പറയുന്നു. മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ റീന സതീശൻ പറയുന്നു, ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാൻ പോലും പറ്റാത്ത വാഹനങ്ങളാണ് പല സ്റ്റേഷനുകളിലും ഇത് കാണാം. ഇതൊക്കെ ഇവർ എന്ത് ചെയ്യും എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്നതാണ്. അത് പൊതുജനങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായി പാർക്കിംഗ് യാർഡുകൾ ഇല്ലാത്തതാണ് ഒരു വലിയ പ്രശ്നം. ഒരു സ്പേസ് ഇല്ലാത്തതാണ് പല പോലീസ് സ്റ്റേഷനുകൾക്കും അത് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. അതിനെന്താണ് ബദൽ നടപടി എന്നത് അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തൃക്കാക്കരയിലെ ഒരു ഒറ്റപ്പെട്ട കേസിൽ അത് ഒരുപാടിടങ്ങളിൽ പല പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ ഇത്തരത്തിൽ സ്ഥലപരിമിതി മൂലം ഒരുപാട് വാഹനങ്ങൾ, കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ, കസ്റ്റഡി വാഹനങ്ങൾ അതിങ്ങനെ നശിച്ചു പോകുന്ന വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോഴും അതിങ്ങനെ തുടരുന്നുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന് മുനമ്പൻ നിവാസികൾക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഉറപ്പ്. രാജ്യത്തെ ഏത് ഭൂമിയും ഏറ്റെടുക്കാനുള്ള അധികാരം വഖഫ് നിയമത്തിലുണ്ടായിരുന്നു. അതാണ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതെന്നും മുനമ്പം സന്ദർശിച്ച ശേഷം മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നാൽ പുതിയ നിയമം മുനമ്പത്തുകാരെ എങ്ങനെ സഹായിക്കുമെന്നതിൽ കൃത്യമായ മറുപടി കിരൺ റിജിജു നൽകിയില്ല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കള്ളി പുറത്തായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ സ്വീകരണമായിട്ട് വാങ്ങാമെന്നല്ലാതെ ഈ മുനമ്പം പ്രശ്നം ഇതുകൊണ്ട് തീരൂല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടുവന്ന് വഖഫ് ബില്ലുമേ കൊണ്ടുപോയി കെട്ടി ആർത്ത് ഇരമ്പി ഇങ്ങനെ നടക്കുക, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുനമ്പത്തുള്ള ആളുകളുടെ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ പറഞ്ഞത്. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന BJPയുടെ അവകാശവാദം സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, അല്പസമയം മുൻപാണ് മുനമ്പത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയത്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന വാഗ്ദാനമാണ് കേന്ദ്രമന്ത്രി നൽകിയത്. പക്ഷേ ഈ പുതിയ നിയമത്തിലൂടെ അതെങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല എന്ന ആക്ഷേപം പല കോണുകളിലായി ഉയർന്നു കഴിഞ്ഞു. രാഷ്ട്രീയമായി അത് ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും എല്ലാം തന്നെ. അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി മുനമ്പത്തെത്തിയ ശേഷം മാധ്യമങ്ങളോടും ഇപ്പോൾ അവിടുത്തെ പ്രസംഗത്തിലും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ നാട്ടുകാരുടെ പ്രത്യേകിച്ചും സമരം ഇരിക്കുന്നവരുടെയൊക്കെ പ്രതികരണം എന്താണെന്നാണ് അറിയേണ്ടത്? റാഫി കരീമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന് മുനമ്പൻ നിവാസികൾക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പ് നൽകിയിരിക്കുന്നു.
നേരത്തെ ഉണ്ടായ വഖഫ് നിയമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ ഏത് ഭൂമിയും ഏറ്റെടുക്കാനുള്ള അധികാരം ആ നിയമത്തിലുണ്ടായിരുന്നു. അതെല്ലാം പുതിയ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞിരിക്കുന്നു മോദി സർക്കാർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ മുനമ്പത്ത് കേന്ദ്രമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. റാഫി കരീമിലേക്കാണ്. റാഫി, കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പ് സന്ദർശിച്ചു, നല്ല കാര്യം. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ബോധിപ്പിച്ചിട്ടുണ്ടോ, അറിയിച്ചിട്ടുണ്ടോ അവിടുത്തുകാരെ? എന്താണ് ഇന്നിപ്പോൾ അവിടെ എത്തിയ ശേഷം കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്? മുനമ്പത്തുകാർ ആഗ്രഹിച്ച ആ ഒരു മറുപടി കേന്ദ്രമന്ത്രിയിൽ നിന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക്, ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കിരൺ റിജിജുവിന്റെ പ്രസംഗത്തിനു ശേഷം മുനമ്പം സമരസമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ ആന്റണി നമ്മളോട് പ്രതികരിച്ചത്. കാരണം ഒരു പ്രഖ്യാപനം, മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മന്ത്രിയിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രഖ്യാപനം മന്ത്രി നടത്തിയില്ല. കാരണം അതിന് അദ്ദേഹം ഏത് ഒരു കാലയളവ് ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുമില്ല എന്നുള്ളതാണ് നിരാശയുള്ള ഒരു കാര്യം. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. അതിന് ഒരു സമയപരിധി അദ്ദേഹത്തിന് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം അത് കോടതിയിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പ്രതികരിക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് നൽകാനോ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവർക്ക് നിയമസഹായങ്ങൾ ലഭിക്കും. അവരുടെ പോരാട്ടത്തിൽ അതൊരു വലിയ പിന്തുണയാകും. മുനമ്പത്തേതുപോലെയുള്ള ഒരു സംഭവം ഇനി രാജ്യത്ത് എവിടെയും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വഖഫ് നിയമത്തിലെ ഭേദഗതി വരുത്തിയത്. ഒപ്പം തന്നെ ഇതൊരു മുസ്ലിമുകൾക്ക് എതിരായ ഒരു നിയമമല്ല, ഇത് രാജ്യത്തിന്റെ അനിവാര്യതയായിരുന്നു. ഈ നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ടിയിരുന്നത്. കാരണം രാജ്യത്തെ ഏത് ഭൂമിയും വഖഫ് എന്ന പേരിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ എടുത്തു കളയുകയാണ് മോദി സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. കാരണം വഖഫ് നിയമ ഭേദഗതി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മുനമ്പത്തുകാർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്രഖ്യാപനവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഇവിടുത്തെ ഈ ഒരു സമരം ചെയ്യുന്ന ആളുകൾക്ക് അല്പം നിരാശ പകരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ സമയപരിധി കൊണ്ടാണ് എന്ന് പറയുമ്പോഴും ഈ മുനമ്പത്തെ ജനങ്ങൾ മന്ത്രിയോട് ചോദിക്കാൻ കരുതിയിരുന്ന ചോദ്യങ്ങൾ അത് മന്ത്രിയോട് ഉന്നയിക്കാൻ കഴിയാത്തതും അല്പം നിരാശയാകുന്നുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുൻപ് ഈ സമരസമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ മന്ത്രിയുടെ വരവും ഒപ്പം തന്നെ ഈ മന്ത്രി ജനങ്ങളിൽ നിന്ന് കേട്ട പരാതികളും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും മുനമ്പത്തെ ജനങ്ങൾക്കുള്ളത്. റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള 42,000-ഓളം തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ടത് സ്വകാര്യ ഗ്രൂപ്പുകളുടെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. സൗദി നിശ്ചയിച്ച സമയപരിധി സ്വകാര്യ ഹജ്ജ് സർവീസ് ഏജൻസികൾ പാലിച്ചില്ല. എന്നാൽ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു. 1,75,025 ഇത്തവണയും ഇന്ത്യയുടെ ഹജ്ജ് കോട്ട. 1,22,518 പേർക്ക് ഹജ്ജ് കമ്മിറ്റി വഴിയും 52,507 പേർക്ക് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരമുള്ളത്. ഹാജിമാരുടെ യാത്ര, താമസം തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടും സ്വകാര്യ ഗ്രൂപ്പുകൾ തങ്ങളുടെ തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കിയില്ല എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്. സമയപരിധി അവസാനിച്ചതോടെ ഹജ്ജ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ ഇല്ലാതായി. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ഒരു രാജ്യത്തിനും നീട്ടി നൽകുന്നില്ല എന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്നതിനാൽ മിനയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ കൈമാറിയവർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് മുൻഗണന എന്നും മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തരമായ ഇടപെടൽ വഴി സ്വകാര്യ ഗ്രൂപ്പുകളിലെ 10,000 പേർക്ക് അവസരം നൽകാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സമ്മതിച്ചു. ഇതിനായി നുസുക്ക് പ്ലാറ്റ്ഫോം താൽക്കാലികമായി തുറക്കും. അതായത് സ്വകാര്യ കോട്ടയായ 52,507-ൽ 10,000 പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. 42,507 തീർത്ഥാടകർക്കും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കില്ല. അതേസമയം പരമാവധി തീർത്ഥാടകർക്ക് അവസരം ലഭിക്കാൻ മന്ത്രിതല ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഈ ശ്രമം തുടരുമെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ ഗ്രൂപ്പുകളിൽ പലതും പണം പൂർണ്ണമായും അടച്ചതായാണ് വിവരം. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ കോർഡിനേഷൻ സംവിധാനമായ CHGO വഴിയാണ് പണം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് വിവരങ്ങൾ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ.
അപ്പോൾ ഇന്ന് നിർത്തുന്നു. കൂടുതൽ ജനകീയ വിഷയങ്ങളും വാർത്താ ഇടപെടലുമായി നാളെ ഇതേ സമയം.